നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഓരോ ദിവസവും നമ്മൾ ഓരോ യാത്രകളും ഓരോ പ്രവർത്തനങ്ങളും. അത് ഇന്നത്തെ യാത്ര ഉദാഹരണമാണ്. ഒരു 10-12 ആയപ്പോൾ ചായ കുടിക്കാന്നുള്ള നിലക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴാണ് നമ്മളെ നേതാവ് താഴത്തുനിന്ന് ഇങ്ങനെ അവരെ വീട്ടിൽ നിന്ന് വരുന്നത് വണ്ടിയായിട്ട്. ഞാനോട് ചോദിച്ചു കുറ്റിപ്പുറത്തേക്ക് പോകാണ്, അപ്പം എന്നോട് പോരെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരു ചോറും മീനും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവർക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദൃശ്യമായിട്ട് യാത്ര പോകാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നോക്കട്ടെ എന്താ പാട് എന്നുള്ളത്. ഇവിടെ എൻട്രി ഓൺലി എന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പല ആളുകളും ചെയ്യണ എന്താ ഇപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് എടുത്ത് റിവേഴ്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഓടിക്കണ ഒരു സംഭവമാണ്. അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. എൻട്രി ചെയ്യേണ്ടടുത്ത് എൻട്രി ആവുക, എക്സിറ്റ് അടിക്കേണ്ടടുത്ത് എക്സിറ്റ് ആവുകയും ചെയ്യുക. അത് നിയമം തെറ്റിച്ച് പോകുമ്പോൾ അപകടം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എൻട്രി അവിടുന്ന് ആ എൻട്രിയിൽ കയറി ഇപ്പോൾ ഈ പോകുന്ന ഫസ്റ്റ് റോഡിലൂടെയാണ് സാധാ നോർമൽ കേസിൽ വാഹനം ഓടിക്കേണ്ടത്. അപ്പോൾ ഈ വാഹനം ഓടിച്ചപ്പോൾ അതൊരു സ്കൂട്ടർ വരുമ്പോൾ പക്ഷേ ഈ വാഹനം ഓടിച്ച് പോകുമ്പോൾ പല സ്കൂട്ടറും ഇതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ട്രാക്കിലൊക്കെ ഫാസ്റ്റ് ട്രാക്കിലൊക്കെ കയറിയിട്ട് വണ്ടി ഓടിക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് സെക്കൻഡ് ട്രാക്കിലേക്ക് നമ്മൾ പോകേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം നമ്മളിതിലേക്ക് കയറാൻ. നമ്മളെ ബാക്കിലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ. അതുപോലെ ഈ തേർഡ് ലൈന്, ഈ മൂന്നാമത്തെ ലൈനിൽ നമ്മൾ കയറുമ്പോൾ ഒരു വാഹനം പോകുമ്പോൾ ആ വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് പോകാൻ നമുക്ക് പോകേണ്ട സ്ഥിതി വന്നാൽ മാത്രം അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇന്ന് എക്സിറ്റ് ആവണം ഈ ലൈനിലേക്ക്. ഈ ലൈനിലേക്ക് മാറണം നമ്മൾ. അതല്ലാതെ പിന്നെ ഈ പലപ്പോഴും ഇതിന്റെ മുകളിലൂടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ അടക്കം നമ്മളെ കുട്ടികളെയും കുടുംബത്തിനെയൊക്കെ വെച്ചിട്ട് പല ബൈക്കുകളും പോകുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ എത്ര ആളുകളാണ് മരണപ്പെട്ടത്. അപ്പൊ തീർത്തും ഒരു ബോധവൽക്കരണം കൃത്യമായിട്ട് ആവശ്യമാണ്. കോഴിക്കോട് നിന്ന് വളാഞ്ചേരി റോഡിലുള്ള പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള പ്രദേശമാണ്. വളരെ മനോഹരമായിട്ടുള്ള റോഡിന്റെ രണ്ട് ഭാഗം കവുങ്ങുന്തോട്ടവും തെങ്ങുന്തോട്ടവും എല്ലാം ആയിട്ടുള്ള, പലരും ഈ റോഡിൽ പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. റോഡ് നേരത്തെ മുൻകാലങ്ങളിൽ ഇല്ലാത്തൊരു റോഡ് എന്നുള്ള നിലയ്ക്ക് നല്ലൊരു സീനിക് ബ്യൂട്ടി അപാരമാണ്. നമ്മുടെ നാട്ടിലെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ കുറച്ച് ദിവസം മുമ്പ് രാത്രിയിൽ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. രണ്ട് സൈഡിലും കാണുമ്പോഴുള്ള സ്ഥലം ഇതൊക്കെയാണ്. മീറ്ററുകളോളം ഉയരത്തിലുള്ള ഈ സംഭവമൊക്കെ എപ്പോഴും പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വെച്ചാല് അത് പിന്നെ സാധാരണ ഒരു ബെഡ് സിസ്റ്റം ആക്കിയിട്ട് കോറിയിലൊക്കെ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യല്. ബെഡ് കട്ട് ചെയ്ത്